ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടോപ്പ് 5 MCQs നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിലെ 8ാം ക്ലാസ്സിലെ മക്കളുടെ പൊളിറ്റിക്കൽ സയൻസിലെ അല്ലെങ്കിൽ സിവിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 MCQസുമായിട്ടാണ്. വിത്തിൻ 3 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ 5 MCQs നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് തന്നെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, മക്കൾ ആരെങ്കിലൊക്കെ ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ യോധ ബാച്ചിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ സ്ക്രോളിൽ പോകുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടും വിളിച്ചെന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. കാരണം ഒട്ടനവധി ഫീച്ചേഴ്സുള്ള ഈ ഒരു ബാച്ചിൽ നമ്മൾ നിരവധി MCQs ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ചാപ്റ്റേഴ്സിലും ഓരോ ക്ലാസ്സസിലും 10 MCQs വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സുള്ള ഈ ഒരു ബാച്ചിലൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. യോധ ബാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, കൂടാതെ സ്ലൈഡ്സും നോട്ട്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, ആ ടെസ്റ്റിൻ്റെ കൃത്യമായിട്ട് എന്തുണ്ടാവും, ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടാവും. അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ചിന് വരുന്നത് 2499 രൂപയാണ്. ആരെങ്കിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നേരെ നമുക്ക് പോകാം നമ്മുടെ 5 MCQസിലേക്ക്. അതിൽ ഫസ്റ്റ് വരുന്ന ഇതാണ്: വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വിച്ച് വൺ ഈസ് ഇറ്റ്? അതിൽ ഒന്ന് മാത്രം എന്തല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചർ അല്ല. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഫെഡറൽ ഗവൺമെൻറ് തന്നിട്ടുണ്ട്, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് തന്നിട്ടുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി തന്നിട്ടുണ്ട്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്. ഇന്ത്യയിലെ ഫീച്ചർ അല്ലാത്തത് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചർ അല്ലാതെ വരുന്നത് എന്താണ്? യെസ്, ഒബ്വിയസ്ലി അത് പ്രസിഡൻഷ്യൽ ഗവൺമെൻറ് ആണ്. ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് വൺ ഈസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ജുഡീഷ്യറി ഈസ് ഇൻഡിപെൻഡൻറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഹൈ കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ് ആർ ഇലക്റ്റഡ് ബൈ പാർലമെൻറ്റ്. ദ തേർഡ് വൺ ഈസ് in case of constitutional dispute the Supreme Court decide the case. Then all of the above. ഇതിൽ ഏതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജസിനെ പാർലമെൻറ്റ് അല്ല എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ പ്രയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ഇന്ത്യ ടു ബി എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണോ, സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണോ, അല്ലെങ്കിൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണോ, സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ഫെഡറൽ റിപ്പബ്ലിക് ആണോ? ഇതിലേതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. പ്രയാമ്പിളിൽ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും ഓപ്ഷൻ സി ആണ്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഇതിലേതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ടു ഈക്വാലിറ്റി ആണോ, റൈറ്റ് ടു പ്രോപ്പർട്ടി ആണോ, റൈറ്റ് ടു ഫ്രീഡം ആണോ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണോ? ഇതിലേതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാത്തത്? ഒബ്വിയസ്ലി നമുക്ക് അവിടെ കൃത്യമായിട്ടും കാണാൻ പറ്റും റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ല, ഇറ്റ്സ് റോങ് അല്ലേ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാത്തത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് മക്കൾക്ക് വരുന്നത്. അപ്പോൾ മക്കളോട് ഒരു പോയിന്റ് കൂടി ഞാൻ അവിടെ പറഞ്ഞു പോകാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ദെൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇങ്ങനെ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് മക്കളെ നമുക്കുള്ളത് കേട്ടോ. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഡിവൈഡഡ് ദ സബ്ജക്ട്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബൈ പ്രൊവൈഡിങ് 3 ഡിഫറെൻറ്റ് ലിസ്റ്റ് ആണോ, പവേഴ്സ് ടു ദ കോർട്സ് ടു ഡയറക്ട് ദ സബ്ജക്ട്സ് ആണോ, പാർലമെൻറ്റ് വിത്ത് ദ പവേഴ്സ് ടു അലോട്ട് സം സബ്ജക്ട് ടു ദ സ്റ്റേറ്റ്സ് ആണോ, പവേഴ്സ് ടു ദ കോർട്സ് ഡിവൈഡഡ് വിത്ത് ദ സബ്ജക്ട് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആണോ? ഇതിന് ആൻസർ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിത്തിൻ 5 മിനിറ്റ്സ് അല്ലേ, 4 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും ആ ഒരു 4 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു 5 MCQs പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.